മലപ്പുറം എടവണ്ണയിൽ വൻ ആയുധവേട്ട. 20 എയർഗണ്ണുകളും 3 റൈഫിളുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. 200-ലധികം വെടിയുണ്ടകളും 40 പെല്ലറ്റ് ബോക്സും കണ്ടെത്തിയിട്ടുണ്ട്. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആയുധശേഖരം പിടിച്ചെടുത്തത്. വീട്ടുടമ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇത്രയും വെടിക്കോപ്പുകൾ എന്തിന് ഇദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചു എന്നതിന് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ പോലീസ്? അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? വിജയകുമാർ, വിൽപ്പനയായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കൂടാതെ തന്നെ ഈ തോക്കുകൾ വാങ്ങുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇയാൾക്കൊരു ക്രൈസ് ആയിരുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ പോലീസിന്റെ ഒരു മൊഴിയായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, പാലക്കാടിൽ നിന്ന് ഒരു യുവാക്കളിൽ നിന്ന് തിര കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ പിടിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് എടവണ്ണയിലെ ഈ വീട്ടിൽ പരിശോധന നടത്താൻ പോലീസിന് ഗുണമായത്. പോലീസ് അങ്ങനെ ഒരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എടവണ്ണയിലെ അരീക്കോട് റോഡിലുള്ള ഉണ്ണിക്കമ്മദ് എന്നുള്ള ആളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഈ ഉണ്ണിക്കമ്മദിന് 67 വയസ്സുണ്ട്. ഇയാൾ ആദ്യം വിദേശത്തായിരുന്നു, പിന്നീട് നാട്ടിൽ വന്ന് ഇതൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്തു വരികയായിരുന്നു. 3 റൈഫിളുകളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 റൈഫിളുകൾക്ക് ലൈസൻസ് ഉണ്ട്. പിന്നീട് ഈ 315 എന്നുള്ള ഒരു റൈഫിൾ കയ്യിലുണ്ടായിരുന്നു. ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അനുമതി വേണം, അതിന്റെ ലൈസൻസ് വേണം. ഈ ലൈസൻസ് അതിനുണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ ആ റൈഫിൾ വളരെ സൂക്ഷ്മമായി മാത്രം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രം അവരുടെ മാത്രം അനുമതിയോടുകൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ്. അത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ അതിന്റെ 54 റൗണ്ട് തിരകളും കയ്യിലുണ്ടായിരുന്നു. ഇവയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 20ഓളം എയർഗണ്ണുകൾ ഉണ്ടായിരുന്നു. വീട്ടിന്റെ മുകൾ വശത്തും താഴെ വശത്തുമായിട്ടായിരുന്നു ഇവയെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഈ എയർഗണ്ണുകൾ കയ്യിൽ വെക്കാൻ അനുമതി വേണ്ടെങ്കിൽ കൂടി അത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ജില്ലാ കലക്ടറുടെ തന്നെ അനുമതി വേണം. ഇങ്ങനെ 20ഓളം എയർഗണ്ണുകളും 40 പാക്കറ്റ് അതിന്റെ പെലറ്റ്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ വിൽപ്പന നടത്തി എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിക്കമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ഉടൻ തന്നെ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ 315 എന്നുള്ള പ്രത്യേക റൈഫിൾ അത് ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാലശേഷം ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ രേഖകൾ സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊന്നും ലൈസൻസും ഉണ്ടായിരുന്നില്ല. അതിലാണിപ്പോൾ പിടിവീണിരിക്കുന്നത്. പോലീസിന്റെ പ്രത്യേക പരിശോധനയിലാണ് വലിയ അളവിൽ തന്നെ ഇത്രയേറെ തിരകളും തോക്കുകളും കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാം കൂടി ഒരു 100 തിരകൾ സൂക്ഷിക്കാനാണ് അനുമതിയെങ്കിൽ 180-ലേറെ തിരകൾ കയ്യിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അവ വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ പ്രധാന ഉദ്ദേശമെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇത് എവിടെ നിന്ന് ശേഖരിച്ചു, ഇതിന്റെ ഉപയോഗം എന്താണ്, ഇത് ആരൊക്കെയാണ് ഇത് വാങ്ങുന്നത്, അവരെന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതെന്നതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.